ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ കവിത ഫ്രാൻസിസ്. ഡൽഹിയിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക്. ഞാൻ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, തോമസ് സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് സാറ് പറയുന്നതായിരിക്കും നല്ലത്. തോമസ് സാറിന്റെ ക്ലാസ് ഓവർ തിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു. എപ്പോഴെങ്കിലും ഓവർ തിങ്കിങ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. ഞാനിപ്പോ സാറ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അത് ഓർത്തെടുത്തത്. അതന്നെ പറ, അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എന്റെ വലത് കാലിന്റെ പാദത്തിൽ പെട്ടെന്നൊരു വേദന. അപ്പോ ചെറുവിരലിന്റെയും പൂറ്റിയുടെയും കൂടെ ഇടയ്ക്ക് ഒരു എല്ലുണ്ടല്ലോ, അവിടെയാണ് വേദന. വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദന. അപ്പൊ തുടങ്ങി ഞാനിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ഇത് എന്തായിരിക്കും വേദനയുടെ കാര്യം. കവിത ഇത്രയും പറഞ്ഞപ്പോഴും ഞാൻ കവിതയുടെ കാല് കണ്ടു. അങ്ങനെ എല്ലാവരും പറയുമ്പം കാണണം, കേൾക്കണം, ഫീൽ ചെയ്യണം കേട്ടോ. എങ്കിലേ ഈ ക്ലാസ് നമ്മുടെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. പക്ഷെ ഇത് മൈൻഡിൻ്റെ ഒരു പ്രത്യേക ഒരു പവറാണ്. പറയുന്ന അനുസരിച്ച് നമ്മുടെ മനസ്സങ്ങോട്ട് പോകും, ഡൈവേർട്ട് ചെയ്തു പോകും. എവിടെ അപ്പം അടുക്കളയിലെ കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ വേഗം യു ആർ ടേക്കൺ ടു യുവർ അടുക്കള. ഇങ്ങനെയാണ് കാര്യങ്ങളെ പോക്കും. അപ്പോൾ അത് മനസ്സിൻ്റെ ഒരു പവറാണ്, നമ്മൾ വേണ്ട പോലെ വിനിയോഗിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ അത് കഴിഞ്ഞപ്പോ തുടങ്ങി ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും തട്ടിയോ, ഇതെന്തായിരിക്കും ഈ വേദന ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ കുറെ ഇരുന്ന് ആലോചിച്ചു. എവിടെയും ആ ഭാഗം എവിടെയും തട്ടിയതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? കവിതയോട് തന്നെ ചോദിച്ചു, എന്റെ കാല് എവിടെയെങ്കിലും തട്ടിയോ? കാരണം കവിതയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പൊ അത് റൈറ്റ് ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയോ? പറഞ്ഞു. ഇല്ല, കിട്ടിയില്ല. എവിടെയും തട്ടിയതായിട്ടൊന്നും ആരായിരിക്കും അതിന്റെ ഉത്തരം പറയുന്നത്? ഞാൻ തന്നെ പറയണത്. ഞാനല്ല, തട്ട് കിട്ടിയ ആളല്ലെങ്കിൽ തട്ട് കിട്ടാത്തയാള്. അതാണ് സോക്കോട് ഞാൻ കേട്ടോ. അപ്പോൾ തട്ട് കിട്ടി എന്നൊരു സംശയം എനിക്ക് തോന്നിക്കൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചു, എടാ അല്ലെങ്കിൽ എടി നിനക്ക് തട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോ അതിന്റെ ഉത്തരം ആ വ്യക്തി എന്ത് പറഞ്ഞു? കിട്ടിയതായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അപ്പൊ കവിത എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പിന്നെ ഇരുന്ന് ആലോചിച്ചു, പിന്നെ എന്തായിരിക്കും വേദന ഇങ്ങനെ വരാൻ കാരണം. ആലോചിക്കാതെ ഏതായി. പക്ഷെ അപ്പൊ പിന്നെ ഇത് എന്തായിരിക്കും വേദന എന്ന് ഞാൻ ചോദിച്ചു. ആരോട് ചോദിച്ചു? ശരീരത്തിനോട് ചോദിച്ചു. എടി, നിനക്ക് വേദനയുണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ, അപ്പൊ തട്ട് കിട്ടിയിട്ടില്ലെന്ന് ഈ പുള്ളി പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇതെന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ഉത്തരം കിട്ടി? അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ചു ദിവസം മുമ്പ് എന്റെ ചെറുവിരലിന്റെ ഇപ്പുറത്തുള്ള വിരല് തട്ടിയതായിട്ട് എനിക്കൊരു ഓർമ്മ വന്നു. ആ വിരല് അപ്പൊ അവിടെ ഇരുന്ന് തട്ടി ചെറിയ വിരല് പറഞ്ഞു, എനിക്കിട്ട് പണ്ട് ഒരു ചെറിയ തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വേദന നല്ലോണം കൂടാൻ തുടങ്ങിയപ്പോ ഞാനങ്ങ് തീരുമാനിച്ചു, അയ്യോ അതിനകത്ത് എന്റെ ഹെയർ ലൈൻ ഫ്രാക്ചർ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഉടനെ ഞാൻ ആ കാലിനോട് പറഞ്ഞു, മിക്കവാറും നിനക്കൊരു ഹെയർ ലൈൻ ഫ്രാക്ചർ, ഒരു ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും, ഒരു പൊട്ടനുണ്ടായിരിക്കും എന്ന് ആ കാലിനോട് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വരാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫ്രാൻസിസ് എന്നെ ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കാലിന് ഇങ്ങനെ ഭയങ്കര വേദന. ഫ്രാൻസിസ് ആരാന്ന് അറിയാൻ വേണ്ടി ഞാൻ മെറ്റാ മോഡൽ ചോദ്യം ചോദിക്കും. NLP-യില് ആരാണ് ഫ്രാൻസിസ്? എന്റെ ഹസ്ബൻഡാണ് ഫ്രാൻസിസ്. അങ്ങനെ പറ. ഓക്കെ, താങ്ക് യു. ഇനി കണ്ടിന്യൂ ചെയ്തോളൂ. ഫ്രാൻസിസ് ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, കാലിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ പറഞ്ഞു, എന്നാ ചിലപ്പോ യൂറിക് ആസിഡ് ആയിരിക്കും. കണ്ടോ എവിടെ പോയി ഫ്രാൻസിസ് യൂറിക് ആസിഡിലേക്ക് പോയി. ഞാനിവിടെ കല്ലും മുട്ടിയായിട്ടിരിക്കുമ്പോൾ കാരണം ഫ്രാൻസിസിന് വേണ്ട ഇൻഫർമേഷൻ മുഴുവനും ആയിട്ടില്ല. പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചു, നീരുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു, ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട് അവിടെ. എന്നാ അവിടെയൊക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോ യൂറിക് ആസിഡിന്റെ ആയിരിക്കും, കാലിന്റെ സ്വെല്ലിങ്ങും വേദനയൊക്കെ വരണേ. അപ്പൊ പിന്നെ എന്റെ ചിന്ത അതിലേക്ക്, അയ്യോ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും? പിന്നെ അതിനി എന്താ ചെയ്യേണ്ടത്? ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ, യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ? ചോദ്യം ചോദിച്ച ആരുടെ യൂറിക് ആസിഡിനോടാ ചോദിച്ചേ? എടാ, നീ ഇവിടെ എന്റെ കാലിലുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് യൂറിക് ആസിഡിനോട് ചോദിച്ചു. അപ്പൊ യൂറിക് ആസിഡ് പാവം എന്തെങ്കിലും ഉത്തരം കൊടുത്തു കാണും. ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഒടുവിൽ തീരുമാനിച്ചു പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോകാം. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ ഇതുപോലെ സെയിം ചോദ്യം ചോദിച്ചു, എവിടെയെങ്കിലും തട്ടിയോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല തട്ടിയതായിട്ട്. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു. എക്സ്റേക്കകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉടനെ ബ്ലഡ് ടെസ്റ്റ്, യൂറിക് ആസിഡും പിന്നെ വേറെ എന്തെന്നോ ഒരു സാധനവും കൂടെ. അപ്പോ പിന്നെ എനിക്ക് ആദ്യമായി, അയ്യോ യൂറിക് ആസിഡ് വന്നാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം ഇരുന്നു.
അല്ല അല്ല, വൈകുന്നേരം വരെ ഇരുന്നു. എന്ത് ചെയ്യും ആരോടാണ് ചോദിച്ചത്? എന്നോട് തന്നെ ചോദിച്ചു, എന്റെ ചോദിച്ചിട്ട് മനസ്സിനോട് അവൾ ചോദിച്ചു. ഉത്തരങ്ങൾ തന്നോ? ഒന്നും തന്നില്ല. അതാണ് പ്രശ്നം കേട്ടോ. റിസൾട്ട് വരട്ടെ, എന്ത് റിസൾട്ട് വരട്ടെ. എന്ന് കുറെ പ്രാവശ്യം 10,000 പ്രാവശ്യം ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും തിരിച്ചുത്തരം കൊടുക്കാനുള്ള ഒരു മിനിമം കേഴ്സ് നിനക്ക് ഉണ്ടായില്ലല്ലോ. there you failed. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ചോദിക്കുന്നവർക്ക് കൃത്യമായ ഉത്തരം കൊടുക്കണം. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ കവിത ഇരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ എന്തായിരിക്കും ഉത്തരം കൊടുക്കേണ്ടത്? അറിയില്ല, റിസൾട്ട് വരട്ടെ. അറിയില്ല, അത്ര തന്നെ. അത് നീ പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത് അത് ആ പാർട്ടി ചോദിക്കുകയല്ല. ചോദിക്കൂലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ചോദിക്കുമ്പോഴേ ഐ ഡോണ്ട് നോ, ഐ ആം നോട്ട് എ ഡോക്ടർ, ഇവിടെ മെഡിക്കൽ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, അപ്പൊ വിവരം മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ സമാധാനമായി. വേറെ പിന്നെ പണിക്ക് പറഞ്ഞു പോകാം. റിസൾട്ട് വരട്ടെ, വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ മര്യാദയായി. അങ്ങനെ അപ്പൊ സമാധാനമായി. അത്രേ റിസൾട്ട് ഉള്ളൂ. വന്നപ്പോ യൂറിക് ആസിഡും ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ ഒന്നുമില്ല. സങ്കടമായി. അയ്യോ, ഞാൻ മെനക്കെട്ടത് വെറുതെ ആയി പോയല്ലോ, യൂറിക് ആസിഡ് ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ എന്താണ് എന്താ CRF എന്തെന്നോ അങ്ങനെ ഏതാണ്ട് ഒരു ടെസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു അതിന്റെ ഒരു റേഞ്ചിനെ കഴിഞ്ഞ് ഇത്തിരി കൂടുതലായിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോ അടുത്ത വേറെ വല്ല ടെസ്റ്റിനും പറയുവോ എന്നൊക്കെ ആലോചിച്ച് വീണ്ടും അടുത്ത ഒരു ചിന്തയായി. അങ്ങനെ എന്തായാലും ഡോക്ടറെ അടുത്ത് ചെന്നു. ചെറിയൊരു കുറച്ചൊരു ആദിയോടുകൂടിയാ ചെല്ലുന്നത്. ഇനി അടുത്തത് എന്ത് ടെസ്റ്റ് ആയിരിക്കും പറയാൻ പോകുന്നത്. മനസ്സിലായല്ലോ. ഇത്രയും ചോദ്യത്തിനകത്തേക്ക് ആദ്യം ഉണ്ടായി. അതാണ് ഇതിന്റെ ഈ ഓവർ തിങ്കിങ് വന്നാലത്തെ ഒരു കുഴപ്പത്തിന് ആദ്യം ഉണ്ടാവും. ഈ ആദി എന്താണെന്ന് കവിതയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കറിയാലോ ആദി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആർക്കറിയാം? പറ ആരെങ്കിലും. നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിട്ടുണ്ടോ? ആരാണ്ടൊരാൾ മൂളി. അത് പറ, എന്താണ് ആദി? അയ്യോ, അങ്ങനെ വന്നല്ലോ, അങ്ങനെ വരുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ ആദി എന്ന് പറയുന്ന ഒരു ചിന്തയാകട്ടെ, ഇത്രയേ ഉള്ളൂ. ആദി എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ശരീരത്തുമായിട്ട് ഇച്ചിരി കണക്റ്റഡ് ഉണ്ട്. അല്പം ഒരു ബേണിങ്. അയ്യോ, ആദി എന്ന് പറഞ്ഞാൽ കത്തിപ്പോകുന്ന പോലെ ഒരു തോന്നലല്ലേ? ഓരോരുത്തർക്ക് ഓരോ തരത്തില. ഏതായാലും ഇപ്പം കവിത ആദി എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് അറിയാം. കവിതയ്ക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വാക്കുകളും ചിലപ്പോൾ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. പല ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ വാക്കുകൾ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഫൈൻ. പറഞ്ഞോളൂ. അപ്പൊ ഡോക്ടർ വീണ്ടും ടെസ്റ്റിന്റെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഒരു 10 ദിവസം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. സ്വസ്ഥം, സമാധാനം, ശുഭം. മരുന്ന് കഴിച്ചാൽ ശരിയായി? മരുന്ന് കഴിച്ച് ശരിയായി. അപ്പൊ ഇവിടുത്തെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ആദ്യം ചിന്തിച്ചത് ഇങ്ങനെ ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടാവും, അതിന്റെ ഒരു ലക്ഷണമൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും അവിടെ എവിടെയോ പൊട്ടലുണ്ട് എന്ന് ഞാൻ ധരിച്ചു. അത് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ വേദന വരുന്ന, നീരുണ്ട്. ചില തീരുമാനത്തിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡന്റ് പറയണോ സാറേ? പറഞ്ഞോളൂ, നല്ല കാര്യം. അതാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലെങ്കിൽ വേണ്ട, പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ചെതലിന്റെ ശല്യമുണ്ട്. അപ്പോ 2-3 കട്ടിലൊക്കെ നാശമായി പോയി. അപ്പൊ ഞാൻ പെസ്റ്റ് കൺട്രോളിൽ വിളിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ സ്ക്വയർ ഫീറ്റിന് ആണ് എമൗണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ 28,000 എനിക്ക് ചെലവ് വരും, താഴെ മാത്രം. അപ്പൊ ഞാൻ തനിയെ യൂട്യൂബ് നോക്കി പഠിച്ച് തനിയെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പ്ലംബിങ്ങും വയറിങ്ങും അപ്പൊ ആ ഏരിയയിലൊക്കെ ഞാൻ ഡ്രില്ല് ചെയ്ത സേഫ് അല്ലല്ലോ. അപ്പൊ വീട്ടിൽ വന്നിരുന്ന ഇലക്ട്രീഷ്യനോട് പറഞ്ഞപ്പോ അയാൾ സഹായിക്കാന്ന് പറഞ്ഞു. അയാൾ വന്ന് എല്ലാം ഡ്രില്ല് ചെയ്തു. പക്ഷെ അയാൾ പൈസ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞപ്പോ അയാൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട്, അത് സാധനങ്ങളൊന്നും വാങ്ങിയില്ലല്ലോ, പണി മാത്രമല്ലേ ചെയ്തുള്ളൂ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നും വാങ്ങിച്ചില്ലല്ലോ, ഇത് മാത്രമല്ലേ ചെയ്തുള്ളൂ, അപ്പൊ ഇത്താക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒരു 3,000 അയച്ചു കൊടുത്തിട്ടില്ല ഇതിന്. പക്ഷേ അയാള് എന്നിട്ട് ഞാൻ അയച്ചു കൊടുത്തെങ്കിലും ഒരു താങ്ക് യുവോ ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അപ്പൊ ഞാന് മെസ്സേജ് ചെയ്തു, ഇത് കുറവാണെങ്കിൽ എന്നോട് പറയണം, എനിക്ക് അറിഞ്ഞുകൂടാ എത്രയാണ് തരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോ റെസ്പോൺസ് ഇല്ല. കണ്ടിട്ടുണ്ട്, എന്റെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അപ്പം മുതൽ എന്റെ മനസ്സിൽ ഒരു ചിന്ത തുടങ്ങി, എന്നാലും കുറഞ്ഞു പോയോ, അയാൾക്ക് ബുദ്ധിമുട്ടായോ, എത്രയാണ് കൊടുക്കേണ്ടത്, ഇനിയിപ്പോ ഞാൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്തത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ അങ്ങനെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നു. കൊച്ചുങ്ങള് വന്ന് ചോദിക്കുമ്പോ എനിക്ക് വെള്ളം എടുത്ത് അതെടുത്തതാന്നൊക്കെ പറയുമ്പോ ഞാൻ അവരോട് കയർക്കുകയാണ് ചെയ്യണത്. കാരണം ഇതിങ്ങനെ മനസ്സിൽ
ശരിയായില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, എന്നാലും കുറച്ചുകൂടി കൂടുതൽ കൊടുത്താലോ, അങ്ങനെ പല തോട്ട്സ്. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോ പറഞ്ഞ 2000 ഒക്കെ മതി, അത്ര നേരമല്ലേ ചെയ്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നാലും എന്റെ മനസ്സിൽ പിന്നെയും ശല്യം ശരിയാവുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു, ഇപ്പോ അത് കുറവാണെങ്കിൽ അയാൾക്ക് എന്നോട് പറയാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒരു 1000 രൂപ തരണമെന്ന്. അങ്ങനെ ഒന്നും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലല്ലോ. അപ്പോ ഇപ്പൊ NLP ക്ലാസ് ഞാൻ കൂടിയതേ ഉള്ളൂ. അപ്പൊ ഈ സമയത്ത് സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു തോട്ട് ഞാൻ വിചാരിച്ചു, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേനെ. അതുമല്ല, നമ്മൾ ഇനി ഈ ബന്ധം തുടരാനാണ് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തുടരും. അപ്പോ എനിക്ക് വേണമെങ്കിൽ അയാൾക്ക് ഇനി കൂടുതൽ കൊടുക്കാലോ, ഇനിയും ചോദിക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് ക്ലോസ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതിങ്ങനെ തീർക്കാത്തിടത്തോളം ഇങ്ങനെ കണ്ടിന്യൂ, നേരത്തെ ആണെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോയേനെ. NLP ക്ലാസ്സിന്റെ ഗുണം അനുസരിച്ച് എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ എന്ത് തോട്ടാണോ വേണ്ടത് അത് ഞാൻ ആലോചിക്കുകയും ആ ഒരു സീരീസ് ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അവിടെ നിർത്തുകയും ചെയ്തു. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാ ഹൗ ടു ഓവർകം ഓവർ തിങ്കിങ്? ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ചലഞ്ചിങ് തോട്ട്സ് ചോദിച്ചു. അയാൾക്ക് കൂടി കുറഞ്ഞു പോയാൽ പിന്നെ ഇങ്ങോട്ട് ചോദിക്കാമല്ലോ, ബുദ്ധിമതമുള്ള മനുഷ്യനാണല്ലോ. ചലഞ്ചിങ് ചോദ്യം ചോദിച്ചപ്പോൾ ഇടപാട് തീർന്നു, മനസ്സ് ശാന്തമായി. അപ്പൊ ഇതിനകത്ത് റിസോൾവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വിദ്യ ചലഞ്ചിങ് തോട്ട്സ് ചോദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ലെവലിലേക്ക് പോകും. ഞാനിതുകൊണ്ട് ചത്തുപോവോ, ഇനി ജീവിച്ചു പോവോ, ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ, പിന്നെ അങ്ങ് പറയും ഞാൻ ചത്തുപോകും എന്നങ്ങ് പറയും. അപ്പൊ അവിടെയെങ്കിലും നമ്മൾ ചലഞ്ചിങ് ചോദ്യം ചോദിക്കണം, എന്ത് പ്രൂഫായിരിക്കുന്നു ഞാൻ ചത്തുപോകും എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കിത് സംഭവിക്കും എന്നുള്ളതിന് എന്ത് തെളിവായിരിക്കുന്നു. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യം ഇതാണ്, എപ്പോഴോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴോ യു ഹാവ് ടു ആസ്ക് യുവർ ദ ക്വസ്റ്റ്യൻ ടു യുവർസെൽഫ്. നീ നിന്നോട് ചോദിക്കണം, ഞാൻ ഇത് എന്തിനു ചെയ്യുന്നു, വേറെ ആരോടും ചോദിക്കണ്ട. അപ്പൊ കൃത്യമായിട്ട് എൻ്റെ ആൻസർ കിട്ടും. നമ്മളായിട്ട് കറക്കിക്കൊണ്ടിരിക്കും, കറക്കി കറക്കി ഡിപ്രഷനിലേക്ക് വീഴും, പിന്നെ ഓരോരോ മാനസിക രോഗത്തിലേക്ക് വരും. 2 തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക രോഗത്തിന്റെ എന്തെങ്കിലും തുടക്കം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചിന്തകൾ വരാൻ തുടങ്ങും. ചിന്തകൾ വന്നു കഴിഞ്ഞാൽ മാനസിക രോഗം തുടങ്ങാനും തുടങ്ങും. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ വലിയ വലിയ രോഗങ്ങളൊന്നും വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിപ്രഷനും ആങ്സൈറ്റി സ്ട്രെസ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് ഇങ്ങനത്തെ ചിന്തകൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് അതൊരു ട്രിഗർ വരും ആദ്യം. ഇത് ഒരു രീതി നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ മനസ്സിലും ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇവൻ എന്നെയും കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു. അതാണ് ട്രിഗർ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചോണം, ട്രിഗർ യൂസ്. എന്നിട്ട് ആ ട്രിഗർ പറ്റുമെങ്കിൽ ഒരു ബുക്ക് എഴുതി വെച്ചേക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, വേറെ ആർക്കും മനസ്സിലാകണം നിർബന്ധമില്ല, എഴുതി വെച്ച്. പിന്നീട് ഇതുപോലത്തെ ട്രിഗർ വരുമ്പോൾ, ട്രിഗർ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ട്രിഗർ വിൽ ബി സെയിം. ഈ ഫിസിക്കലായിട്ടുള്ള പുറം ലോകത്തുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഡിഫറെൻ്റ് ആയിരിക്കും. സൈക്കോളജിക്കൽ ട്രിഗർ എന്ന് പറഞ്ഞിട്ട് സെയിം. ചിലപ്പോൾ ആകെ ഒരു തളർച്ച, എന്ന് പറഞ്ഞാൽ മനസ്സ് തളർന്നു പോയി, അല്ലെങ്കിൽ ഒരു ദേഷ്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ എഴുതി വേണം, ഇങ്ങനെ എനിക്കൊരു ദേഷ്യം വന്നു, ആ ദേഷ്യം വന്നപ്പം ഈ ഓവർ തിങ്കിങ് വരാൻ തുടങ്ങി. ഓവർ തിങ്കിങ് വന്നു കഴിയുമ്പം പിന്നെ വേണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സും ഡേഞ്ചറാകട്ടെ, അത് ഓർത്തോണം. ബെസ്റ്റ് ഫ്രണ്ട്സ് അല്പം അറിവൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, എടാ എടി എനിക്ക് ഇങ്ങനൊരു തോട്ട് വന്നിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവർ സൈക്കോളജിസ്റ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇവര് നമ്മളെ വേറെ ഒരു റോങ് ചാനലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. നല്ല ഉദ്ദേശത്തിലായിരിക്കും, കാരണം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നായിരിക്കല്ലേ. അത് ശ്രദ്ധിച്ചോണം. അവര് പറയുകയാണേലും ഞാൻ എന്തിനു അത് ചെയ്യണമെന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൊക്കെ ആണെന്ന് വെച്ചാൽ, യു ചേഞ്ച്. ഫിസിക്കലായിട്ടുള്ള ചിലവർ എക്സസൈസ് ചെയ്യാൻ പോവുക, നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, സിനിമ കാണാൻ പോവുക. ചിലപ്പോൾ അത് മാറിയെന്ന് വരും. ചിലപ്പോൾ അവിടെ പോയിരുന്നാലും ഈ തല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് നല്ലതെന്ന് നമുക്കറിയാൻ പറയാൻ പറ്റില്ല. ബെസ്റ്റ് പരിപാടി എന്നെ പോലെയുള്ളവരെ വിളിക്കുക,
സാറേ പല ആൾക്കാരും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, സാറേ എനിക്ക് ഭയങ്കര ഓവർ തിങ്കാ, അതാ പറഞ്ഞ എനിക്ക് ആദ്യമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല, എന്നാ പറ യു ടെൽ മീ വാട്ട് ഈസ് ഓവർ തിങ്കിങ്. അപ്പൊ അവര് പറയും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് വിചാരിക്കും, അത് നടന്നില്ല ഇത് സംഭവിക്കും, അതതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് വരും പോവും. ഇനി ഇത് ക്യാൻസർ ആണെന്ന് തന്നെ എനിക്കറിയാം, ഇനി ക്യാൻസർ വരും, ഞാൻ മരിക്കും, അതാണ് ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോയി എന്ന് ഓവർ തിങ്കിങ്. അപ്പൊ നമുക്കത് വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് ഒരു ടെക്നിക്കാണ് ഞാനിവിടെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്ന ഒരു റിലാക്സേഷൻ. റിലാക്സേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, റിലാക്സേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നുള്ള വേറൊരു കാര്യമാണ്. സാധാരണ ഇതിൽ തുടക്കത്തിലാണെങ്കിൽ യു ക്യാൻ ഡു റിലാക്സേഷൻ. ആ റിലാക്സേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ക്ലിയറായി. മനസ്സിൽ ക്ലിയറായി കഴിഞ്ഞാൽ പിന്നെ തോട്ടം എവിടുന്ന വരുന്നത്? ഒരിടത്തും. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നേരെ ഒരു പിന്നെ ബാക്ക് സപ്പോർട്ടുള്ള കസേരയിൽ ഇരിക്കുക, കൈയും കാലും നേരെ വെക്കുക, എന്നിട്ട് കോൺസെൻട്രേറ്റ് ഓൺ ദ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ചാൽ മാത്രം. ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം വലിച്ചു വിടാനൊന്നും പാടില്ല. സാധാരണയിൽ 14 to 15 minutes per മിനിറ്റ് ബ്രീത്ത് ചെയ്യുമല്ലോ. ആ ബ്രീത്തിങ് ചെയ്യുമ്പം വയറ് താഴുന്നു പൊങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് തന്നെ ശ്രദ്ധിച്ചിരിക്കും.